ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഒരു ഗേൾസ് ഓൺലി കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഗേൾസിന് മാത്രം യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് ആണ്. തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് എങ്ങനെയാണ് ഒരു സാനിറ്ററി നാപ്കിൻ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. മേ ബി ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേ മെത്തേഡ് തന്നെയായിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യാന്നുള്ളത്. അതിന് മുന്നേക്കെ ഞാൻ ചെയ്തിരുന്നത് യൂസ്ഡ് സാനിറ്ററി നാപ്കിൻ ഒന്ന് ചുരുട്ടിയിട്ട് നേരെ ക്ലോസറ്റിലിടും, വെള്ളമൊഴിച്ച് കളയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അത് ബ്ലഡോട് കൂടെ തന്നെ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. ഇങ്ങനെയാണ് ഞാൻ അത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്റെ കംപ്ലീറ്റ് മെത്തേഡ് മാറ്റിയിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മെത്തേഡിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ടും അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു എന്നെ പോലെ തന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഏത് നാപ്കിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വലിയ ഫ്ലോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു പാഡാണ് യൂസ് ചെയ്യാറുള്ളത്. സ്റ്റേ ഫ്രീയുടെ കോട്ടന്റെ പാഡാണ് ഇത്. എനിക്ക് വലിയ രീതിയിൽ ഇച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും പാഡ് മാറ്റാൻ പറ്റില്ല, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുകയാണെന്നുള്ള കണ്ടീഷൻസിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് വിസ്പറിന്റെ ഈ ഒരു നാപ്കിൻ ആണ് കേട്ടോ. ഇത് ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല നാപ്കിൻ ആണ്. ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത്. ആൻഡ് ഞാൻ വിസ്പറിന്റെ ഇതിന് മുന്നേ ആ ഒരു ഓറഞ്ച് കവറൊക്കെ ഉള്ള ഒരു നാപ്കിൻ ഒക്കെ ഉണ്ടല്ലോ, അതും അതുപോലെ വിസ്പറിന്റെ പല വെറൈറ്റീസ് ഞാൻ യൂസ് നോക്കിയിട്ടുണ്ട്. എനിക്ക് എല്ലാം ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എനിക്ക് എന്റെ ഹസ്ബൻഡ് ആക്സിഡന്റലി വാങ്ങിക്കൊണ്ടുവന്നതാണ്. വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അയ്യോ വിസ്പർ അല്ലേ എനിക്ക് ബുദ്ധിമുട്ടാവുന്നൊക്കെ. പക്ഷെ യൂസ് ചെയ്തപ്പോഴാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് മനസ്സിലായത്. അതായത് മറ്റ് നാപ്കിൻ പോലെ അത്ര ഇച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. സോ ഹെവി ബ്ലീഡിംഗ് ഉള്ള സമയത്തും അതുപോലെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾ യൂസ്ഡ് നാപ്കിൻ ടോയ്ലറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് വളരെ തുടക്ക സമയത്താണ് കേട്ടോ. അതായത് ഞാൻ 7th പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അപ്പൊ 7th 8th ആ ഒരു ടൈമിൽ എനിക്ക് ഒട്ടും അറിയത്തില്ല, പാഡ് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു സമയമായിരുന്നു. ആ ടൈമിൽ ഞാൻ ഇതുപോലെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻസ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്ലോസറ്റിൽ അവർ അങ്ങനെ ഇടും, വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് എന്റെ അമ്മയെ പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്തത്, ക്ലോസറ്റ് അടഞ്ഞു പോകും, അതുകൊണ്ട് ഒരിക്കലും പാഡ് അങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ട, പകരം ഇതുപോലെ മടക്കിയിട്ട് ഒരു പേപ്പറിൽ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടാൽ മതി എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അങ്ങോട്ട് അങ്ങനെ ചെയ്യായിരുന്നു. എങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലഡോട് കൂടെ അങ്ങനെ കൊണ്ടിടുന്നത് ഭയങ്കര അറപ്പുള്ള കാര്യമായിരുന്നു. മീൻസ് ഡസ്റ്റ്ബിന്നിൽ ക്ലീൻ ചെയ്യുന്നത് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ അവർ കണ്ട എന്താ വിചാരിക്കുക. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ യൂസ്ഡ് പാഡ് നേരെ ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് കഴുകും. കഴുകിയിട്ട് ഇതിന്റെ ബ്ലഡ് മൊത്തം കളഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. ഇങ്ങനെയാണ് ഞാൻ ഒരു സമയം വരെ, അതായത് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന അത്രയും കാലം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെയാണ് എൻ്റെ ഒരു റിലേറ്റീവ് എനിക്ക് പറഞ്ഞത് പാഡ് ഡിസ്പോസ് ചെയ്യാൻ അതിനേക്കാളും എളുപ്പമായിട്ടുള്ള ഒരു പണി ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇതിവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു പാഡ് എടുത്തിട്ടുണ്ട്. തൽക്കാലം എന്റെ കയ്യിൽ റെഡ് സ്റ്റെയിൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേ ഈ ഒരു ഇങ്കാണ് കേട്ടോ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇതിനകത്ത് സ്റ്റെയിൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതേ ഇപ്പൊ ഈ പാഡിൽ സ്റ്റെയിൻ ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കീറി എടുക്കാൻ സാധിക്കും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കീറുന്ന സമയത്ത് കോട്ടൺ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പുറത്തോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കീറിച്ചു കഴിഞ്ഞാൽ കോട്ടൺ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ബ്ലഡ് അറപ്പുള്ളവർ, അതായത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ബ്ലീഡിങ് ടൈമിൽ സ്വന്തം ബ്ലഡ് തന്നെ ചിലപ്പോൾ അറപ്പായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ആളുകൾക്ക് ഇങ്ങനെ പാഡ് ഡിസ്പോസ് ചെയ്യുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കീറിക്കുക. കീറിച്ച ശേഷം ഇതിനകത്തുള്ള കംപ്ലീറ്റ് പഞ്ഞിയും, അതായത് ബ്ലഡ് ആയിട്ടുള്ള പഞ്ഞി മൊത്തം എടുത്തിട്ട് ക്ലോസറ്റിനകത്തോട്ട് ഇടുക. എന്നിട്ട് അത് വെള്ളം ഒഴിച്ച് കളയുക. പഞ്ഞിയിൽ വെള്ളം തട്ടിയ എന്താ അവസ്ഥ എന്നുള്ളത് അറിയാലോ, അതങ്ങ് അലിഞ്ഞു പോയിക്കോളും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ക്ലോസറ്റ് ഒരിക്കലും അടഞ്ഞു പോകത്തില്ല. അങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് പഞ്ഞി നമ്മൾ എടുത്ത് പുറത്തിട്ടിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി. അതിനുശേഷം ബാക്കി വരുന്ന, ഇപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ പഞ്ഞിയും പുറത്ത് എടുക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് പഞ്ഞി മാത്രം പുറത്തോട്ട് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് പഞ്ഞി എടുക്കാൻ പറ്റും. ഇതിപ്പോ ഫുള്ള് നനയാത്തത് കൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട്, അതായത് നനഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് പോലെ വരുന്നില്ല. അതേസമയം ബ്ലഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ പുറത്തോട്ട് ഇങ്ങനെ വരും. വന്നിട്ട് ഈ പീസ് നമ്മൾ എടുത്ത് ക്ലോസറ്റിലിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി. ഇനി ബാക്കി വരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് പുറത്തുള്ള ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലുള്ള ഒരു ഭാഗം, ഈ സാധനത്തിൽ ബ്ലഡ് അധികം ഉണ്ടാവത്തില്ല. അതായത് നമ്മുടെ ബ്ലഡ് വീഴുന്ന ഭാഗത്ത് മാത്രം ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ പേപ്പറിൽ പൊതിയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ
അതിന്റെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പേപ്പർ കിട്ടുമല്ലോ, ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ള പേപ്പർ, ഇതിനകത്തോ വളരെ നൈസായിട്ട് ഇതുപോലെ റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതല്ലേ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പാഡ് ഡിസ്പോസ് ചെയ്യാറുള്ളത്. എനിക്കിത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. മേ ബി ഒരുപാട് പേര് ഇങ്ങനെ തന്നെ ആയിരിക്കും പാഡ് ഡിസ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ ഞാൻ കുറച്ച് ആളുകളോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ക്ലോസറ്റിൽ ഇടും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ എടുത്ത് കത്തിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു പുറത്തുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രം ഉണ്ടല്ലോ, അത് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അത് ഞാനെടുത്ത് കത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. വീട്ടിലാവുന്ന സമയത്തൊക്കെ അതെടുത്ത് കത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ പൊതുവേ പുറത്ത് പോയിട്ട് പാഡ് എടുത്ത് ഡിസ്പോസ് ചെയ്യാറില്ല. അതായത് ഇപ്പൊ വല്ല ഹോട്ടലിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പാഡ് റിമൂവ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് ആ പാഡ് ഇതുപോലെ പൊതിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരും, എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കത്തിച്ച് കളയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അവിടെ ഉള്ള വേസ്റ്റ് ബിന്നിൽ ഇടാറില്ല. മീൻസ് എനിക്ക് എന്തോ അത് ഒട്ടും ഇഷ്ടമല്ല, വേറൊരാൾ അത് എടുത്ത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ അത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പൊതിഞ്ഞതിന് ശേഷം നേരെ കുറച്ച് മണ്ണെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ഒഴിക്കേണ്ട, ഡയറക്റ്റ് അത് അങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഫുള്ള് കത്തിപ്പോയിക്കോളും. ഇനി അതേസമയം ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ബ്ലഡോട് കൂടെ തന്നെ ഇതുപോലെ പൊതിഞ്ഞിട്ട് കത്തിക്കും, അതായത് ഇതിന്റെ ഉള്ളിലെ പഞ്ഞി കളയാതെ. അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സത്യം പറഞ്ഞാൽ പാഡ് ഫുൾ ആയിട്ട് കത്തി പോകത്തില്ല. കാരണം ഒന്നാമത് അതിനകത്ത് കുറച്ചുകൂടെ നനവ് ഉണ്ടായിരിക്കുമല്ലോ, ആ ബ്ലഡിന്റെ ഒരു നനവും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു തിക്നെസ് ഒക്കെ കാരണം ആ പാഡ് ഫുൾ ആയിട്ട് കത്തി പോവാറില്ല. പകുതിയോളം കത്തിയിട്ട് പിന്നെ അതങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഒരുപാട് ഫ്യൂൽ ആവശ്യം വരും, അതായത് മണ്ണെണ്ണയോ പെട്രോളോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒരുപാട് ഒഴിക്കേണ്ടി വരും, എന്നാലേ അങ്ങനെ കത്തി പോകത്തുള്ളൂ. അപ്പൊ അതിനേക്കാളും ഇങ്ങനെ നിങ്ങൾ അതിനകത്തുള്ള ആ ഒരു നനവുള്ള പഞ്ഞി മൊത്തം റിമൂവ് ചെയ്തിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രം ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കത്തി പോകും. ഇനി അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ഡസ്റ്റ്ബിന്നിൽ എവിടെയെങ്കിലും കൊണ്ടിടാനാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ എനിക്ക് അറിയുന്ന ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാനിറ്ററി നാപ്കിൻ ഡിസ്പോസ് ചെയ്യാറുള്ളത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി അതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ കോണ്ടന്റുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.